ഹായ്, വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുകൾ നമ്മൾ ഒരു ദിവസം ഫോൺ തുറന്നു നോക്കുന്ന സമയത്ത് അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം നമുക്ക് മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ, ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിൽ എന്ത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങൾ വേണം അല്ലെ? പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് കാരണം നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് നഷ്ടപ്പെടാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് ഒന്ന് ഉറപ്പിക്കുക നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അഥവാ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കുവാനും സാധിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ എന്റെ ചാനൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണിത്. അതായത് നമ്മുടെ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഗൂഗിള് അല്ലെങ്കിൽ ജിമെയിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ? അപ്പം ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ ഒന്ന് പോയിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. എല്ലാവരും ഞാൻ ചെയ്ത് നോക്കുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗൂഗിൾ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഏതാണോ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് മാനേജ് ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഈ സെക്യൂരിറ്റിയിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ താഴെ രണ്ട് ഓപ്ഷൻസ് കാണാം. അത് ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ മുൻപ് ചെയ്ത് വെച്ചവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പൊ അതൊന്ന് ചെയ്യുക. കാരണം ഇവിടെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ പണ്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫോൺ നമ്പർ ഇവിടെ ഉണ്ടാവും. അതിന്റെ തൊട്ട് താഴായിട്ട് മെയിൽ ഐ ഡി നമുക്ക് കാണാൻ സാധിക്കും. ചിലർ മെയിൽ ഐ ഡി തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഫോൺ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ നമ്പർ ഉണ്ടോ എന്ന് നോക്കി നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഫോൺ നമ്പർ കൊടുക്കുക. അഥവാ കൊടുത്തത് പഴയ നമ്പർ ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു പെൻസിലിന്റെ ഐക്കൺ കാണുന്നില്ല, ആ പെൻസിലിന്റെ ഐക്കൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ നമ്പർ കൊടുക്കാൻ, ഇപ്പൊ ഏത് നമ്പറാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ നമ്പർ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് വെരിഫൈ ചെയ്യണം. ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ടിക്ക് മാർക്ക് യൂസ് അനദർ നമ്പർ എന്നുള്ള പുതിയ നമ്പറാണ് കൊടുക്കുന്നത്, യൂസ് അനദർ നമ്പർ കൊടുക്കുക. അതിനുശേഷം അവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണില്ല, താഴെ വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ വന്ന് നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അതായത് നിങ്ങളൊരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഥവാ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഡിലീറ്റ് ആയി പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടുക പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിലേക്ക് OTP ആയിട്ട് വരും, അല്ലെങ്കിൽ ലിങ്ക് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നമ്മൾ നിർബന്ധമായും ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ജസ്റ്റ് താഴെ വെരിഫൈ കൊടുക്കുകയാണ്. വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആവും. അപ്പോൾ ഫോൺ നമ്പറും ഓക്കെ, ഇമെയിൽ ഐ ഡിയും ഓക്കെ. ഇതെല്ലാവരും നിങ്ങൾ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കുക.